പ്രഭാതം ഡോക്ടർ. നമസ്കാരം. എന്താ? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. പറയൂ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഡോക്ടറോട് യാതൊരു വിരോധവും ഇല്ല. ആ പ്രസിഡന്റിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ചില ഈശാപോശയൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ചീട്ട് കളിക്കാനും കവലയിൽ ചുറ്റിത്തിരിയാനും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. യുനോ, ഹെഡ ഖലന്താറിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ DIG ഒക്കെ ആയിരുന്നു എന്റെ കമ്പനി. ഇവിടുത്തെ സ്റ്റാറ്റസ് ഇല്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ കറവ പറ്റിയ പശുക്കളെ എന്താ ചെയ്യുക? കട്ട് ചെയ്യണം. എന്താ? അറക്കാൻ കൊടുക്കണം. ആ, അതുപോലെ കറവ പറ്റിയ ഒരു പശു അല്ലേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ആരും എഡ്യൂക്കേറ്റഡ്? നാണപ്പൻ പഞ്ചായത്ത് മെമ്പറാ. എന്താ? വാട്ട് ഹാപ്പൻ? വൈ ആർ യു ക്രൈയിങ് ഉൽപ്പൻ? ഈ പാവം ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇതിന്റെ പ്രസിഡന്റ് ആകാൻ കോച്ച് നടക്കുന്ന ആളാ. അതെങ്ങനെ? പ്രസിഡന്റ് പുല്ല് തിന്നത്തുമില്ല, പട്ടിയെ വിട്ട് തീറ്റിക്കത്തുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതെ, പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ മുതൽ പഞ്ചായത്തിന്റെ നടക്കൽ ഞങ്ങളൊരു സത്യാഗ്രഹം ആരംഭിക്കാൻ പോവുക. ഡോക്ടർ ആ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു തരണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടുകാരും 10 മെമ്പർമാരും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഓഹോ, അതാണോ കാര്യം? ഈ കരഞ്ഞു കാണിക്കലും നാടകങ്ങളിയും ഒന്നും എന്റെ അടുക്ക വേണ്ട. എടോ, കർമ്മം ചെയ്യണം. ഒന്നുകിൽ കുറെ പുസ്തകങ്ങൾ വായിക്കണം. നോളജ് ഈസ് പവർ. अपने अंधे माता पिता को कामर में बैठ करते तीर्थयात्रा चित्र देखा. 1857 മെയ് 10-ാം തീയതി മീററ്റിലെ പട്ടാളക്കാർ ഒന്നടങ്കം വിളകി. ഒരു പെണ്ണിന്റെ പിന്നാലെ റാണി സംയുക്ത യുറേക്ക യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കുളിമുറിൽ എഴുന്നേറ്റോടി. ആർക്കമിഡീസ് അശോക ചക്രവർത്തി ചോലമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. രാജാറാം മോഹൻ ഭായ് സതി സമ്പ്രദായം നിർത്തലാക്കി. അങ്ങനെ എന്തെങ്കിലും നിർത്തലാക്കി നിങ്ങളോട് വരൂ. പ്രസിഡന്റ് ആവാൻ വന്നിരിക്കുന്നു. എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീ ഈ പാറകളുടെ കൂടെ കൂടി നശിക്കും. വൃത്തികെട്ടവൻ.